ഇവിടെ കേരളത്തിന്റെ കടത്തെക്കുറിച്ച് പറയുമ്പോൾ അതില് കേരളത്തിന്റെ 60 വർഷം ഭരിച്ച ഗവൺമെന്റുകൾ എടുത്ത കടം എന്ന് പറയുന്നത് അത് 1.72 കോടി ഉറുപ്പികയാണ് കേരള 60 വർഷം ഭരിച്ച ഗവൺമെന്റുകൾ എടുത്ത കടം. അപ്പം 2016 മുതൽ 2024 വരെ ഉള്ള ഗവൺമെന്റ് ഭരിച്ചപ്പോൾ എടുത്ത കടം 3,25,000 കോടി ഉറുപ്പികയാണ്. എന്നുവെച്ചാൽ 60 വർഷം കൊണ്ട് വന്ന സാമ്പത്തിക ബാധ്യതയുടെ എത്രയോ ഇരട്ടി ബാധ്യതയാണ് കേരളത്തിലുണ്ടായത്. അപ്പം നമ്മുടെ ഈ കടമെടുപ്പുമായിട്ട് സംബന്ധിച്ച് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. സംസ്ഥാനങ്ങളുടെ പരിധി വിട്ട കടമെടുപ്പ് നിയന്ത്രിക്കാൻ കേന്ദ്രം കൊണ്ടുവന്ന നിയമമാണ്. 2003 നിയമം വന്നത്. 2005 കേരളം ഈ നിയമം പാസ്സാക്കി. ആ നിയമം നിലവിലുള്ളപ്പോൾ പരിധി വിട്ട് കടമെടുക്കാൻ സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിനാവില്ല. ഈ നിയമത്തെ മറികടന്ന് കടമെടുക്കാൻ കൊണ്ടുവന്നതാണ് ഈ കിഡ്ബി. എല്ലാ വർഷവും സർക്കാരിന് കിട്ടുന്ന മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ പകുതിയും പെട്രോൾ സെസ് മുഴുവനായും കിഡ്ബിയിലേക്ക് പോകുക. ഇത് രണ്ടുമാണ് കിഡ്ബിയുടെ അടിസ്ഥാന വരുമാനം. റവന്യൂ വരുമാനത്തിന്റെ 3% കടമെടുക്കാൻ സംസ്ഥാനത്തിന് അധികാരമില്ല. ധനസമാഹരണത്തിന് വേണ്ടി കിഡ്ബിക്ക് വേണ്ടി ലണ്ടനിൽ പോയി ബഹുമാന്യനായ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ മസാല ബോണ്ട് വിറ്റ് എടുത്ത കടം എന്നതിന്റെ പലിശ എന്ന് പറയുന്നത് 9.72%. കൊച്ചിൻ മെട്രോയ്ക്ക് വേണ്ടി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വായ്പ എടുത്ത് 1.5%. വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി എടുത്ത് 1.55%. അതിന്റെ 6 ഇരട്ടി പലിശയ്ക്ക് 9.72% കൊള്ളപ്പലിശയ്ക്ക് കേരളത്തെ കൊണ്ടേ തലവെച്ചതാണ് കേരളം ഇന്ന് അനുഭവിക്കുന്ന കരകയറാനാവാത്ത സാമ്പത്തിക ബാധ്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തിലെ ഫൈനാൻസ് മാർക്കറ്റിൽ കുറഞ്ഞ പലിശയ്ക്ക് പണം കിട്ടുമെന്നിരിക്കെ 9.72% പലിശയ്ക്ക് എന്തിനാണ് കടമെടുത്തത്? അതിനുവേണ്ടി കൊടുക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സോവറിൻ ഗ്യാരണ്ടിയാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ 3,40,00,000 ആളുകളാണ് അതിന്റെ ഗ്യാരണ്ടി. അപ്പം ഇന്നിപ്പം കേരളത്തിന് പലിശ അടയ്ക്കാനുള്ള വരുമാനം പോലും ഇന്ന് കേരളത്തിനില്ല. കേരളം ഇന്ന് കടക്കണിയിലായി. അപ്പം ഞങ്ങൾ കേരളത്തിലെ UDF എംപിമാർ ഇത് ഇവിടെ ഉണ്ടായ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ആണ് എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ എംപിമാർ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള UDF എംപിമാർ ധനകാര്യമന്ത്രിയെ കണ്ട് ഞങ്ങൾ നിവേദനം കൊടുത്തു. കേരളത്തിന് പ്രത്യേക പാക്കേജ് വേണമെന്ന് പറഞ്ഞു. കേരളത്തെ സാമ്പത്തികമായി സഹായിക്കണമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ കേരളത്തിന്റെ കടം എന്ന് പറയുന്നത് ഏതാണ്ട് 5 ലക്ഷം കോടി ഉറുപ്പികയുടെ അടുത്താണ് കടം. അപ്പം ഈ ഇത്രയും വലിയൊരു കടബാധ്യതകൾ കിടക്കുന്ന ഗവൺമെന്റ് ഇനിയിപ്പോൾ ഉച്ചക്കഞ്ഞിയില്ല, സാമൂഹ്യക്ഷേമ പെൻഷനുകളില്ല. സാമൂഹ്യക്ഷേമ പെൻഷന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ് ഇത്രയും വലിയ നികുതി കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിയത്തിനും ഡീസലിനും അടിച്ചേൽപ്പിച്ചപ്പോൾ അതിന്റെ പുറമെ 2 ഉറുപ്പിക സെസ് പിരിക്കാൻ തീരുമാനിച്ചത്. അതിന്റെ പേരിൽ ഏതാണ്ട് 960 കോടി ഉറുപ്പിക സെസ് പിരിച്ചു കിട്ടി എന്നുള്ളതാണ് പറഞ്ഞ ഒരു കണക്ക്. ആ പൈസ പോലും ഈ സാമൂഹ്യക്ഷേമ പെൻഷന് വിനിയോഗിച്ചിട്ടില്ല. ഇപ്പം SLC പരീക്ഷ നടക്കാൻ നേരത്തെ സ്കൂളിന്റെ ബെഞ്ചും ഡെസ്കും വെച്ച് പരീക്ഷ നടത്താൻ പറയുന്നതും ഈ സാമൂഹ്യക്ഷേമ പെൻഷന് പൈസ ഇല്ലാത്തതും ഇവിടുത്തെ വികസനത്തിന് പൈസ ഇല്ലാത്തതും ഇപ്പൊ റോഡുകളുടെ നിർമ്മാണത്തിന് കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ള 10,000 കോടി ഉറുപ്പിക. ഇവിടെ സപ്ലൈക്ക് സാധനമില്ല, കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത് 1000 കോടി ഉറുപ്പിക. അപ്പം ഇപ്പൊ നമ്മുടെ നാട് സ്റ്റാൻഡ്സില്ല. 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല.